ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റണം, പിന്നെ അതുപോലെ 1-2 ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് അതൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാനുള്ള കടലെത്തിയപ്പോഴാണ് ഒരു സാധനം കണ്ടത്. ഈ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ ടൈപ്പ് ഓഫ് വാച്ചസ് ഇല്ലേ, ഇങ്ങനെ കുറേ കളേഴ്സിലുള്ള, നല്ല ഭംഗിയില്ലേ കാണാൻ. ചുവപ്പ്, മഞ്ഞ, നീല, പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പൈഡർമാൻ, ബാർബി ഡോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഐറ്റം കണ്ടത്, ലബുബുവിൻ്റെ ഫോൺ കേസ്. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഈ ലബുബുവിൻ്റെ ട്രെൻഡ് ഇതുവരെ കഴിഞ്ഞില്ലേ? പക്ഷേ ഇതിൽ കാണാൻ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, ഫോൺ കേസിൽ. മറ്റേ ലബുബു ഡോളാണെങ്കിൽ ഒരു ക്രീപ്പി ലുക്കല്ലേ, ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോക്കസ് മോളിലോട്ട് പോയത്. ചുമ്മാ അവിടെ പോയിട്ടൊന്ന് വായി നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എനിക്കുള്ള സ്ഥലം തപ്പി പോകുമ്പോഴാണ് ഇത് കണ്ടു. എവിടെ പോയാലും എൻ്റെ കണ്ണ് ആദ്യം കമ്മലിലേക്കാണ് പോവുക. എന്താണെന്നറിയില്ല, എന്നും കമ്മൽ എനിക്കൊരു വീക്ക്നെസ്സാണ്. പക്ഷെ അവിടെ ഞാൻ മേടിച്ചില്ല കേട്ടോ, ഞാൻ SM സ്ട്രീറ്റിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇത് കണ്ടു, കുറേ പയ്യന്മാർ കൂടി നിൽക്കുന്നത്. അത് മറ്റേ ബോക്സിങ് പോലത്തെ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് അത്ര അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അതിങ്ങനെ കണ്ണിലൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഇടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബോക്സിങ് കണ്ട് വിചാരിച്ച്, അറിയില്ല. പിന്നെ എനിക്ക് മൂലയിലൊരു സൈഡ് സീറ്റ് കിട്ടി. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അതിലൂടെ വരുന്ന ആൾക്കാരെയും പോകുന്ന ആൾക്കാരെയും അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ മറ്റുള്ളവരിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടിരിക്കാൻ. അവരുടെ ഓരോ മാനറിസംസും അവരുടെ ഓരോ നോട്ടങ്ങളും നടത്തങ്ങളും കൊള്ളാം. പിന്നെ ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ഷുഗർ കട്ടിലായിരുന്നു, പക്ഷെ എനിക്ക് ഐസ്ക്രീം കണ്ടപ്പം കൊതി സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ മേടിച്ച് കഴിച്ചത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഹെവി ആയിട്ട് എന്തെങ്കിലും പോയി കഴിക്കാം. അങ്ങനെ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു. ഹാഫ് ബിരിയാണി കേട്ടോ കഴിച്ചത്. പക്ഷെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹാഫ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി എനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാനത് അച്ചാറും തൈരും ഒക്കെ കൂട്ടി കഴിച്ചു. കൊള്ളാം, നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മൾ എന്നൊന്നും കഴിക്കുന്നില്ല, വല്ലപ്പോഴും അല്ലേ. പിന്നെ നമ്മൾ ഈ പണിയെടുക്കുന്ന എന്തിനാ? കാശുണ്ടാക്കുന്ന എന്തിനാ? ഫുഡ് കഴിക്കാൻ. അപ്പം കുഴപ്പമില്ല. പിന്നെ ഇത് ബിരിയാണി കഴിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.